എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നൈറ്റി ഞാൻ 4ആയിട്ട് ഹോൾഡ് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടിഭാഗത്ത് കയറി ഇറങ്ങിയിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്ത് വരച്ചു കൊടുത്ത് അതിന് ശേഷം അതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ ഇറക്കം എത്രയാണെന്ന് നോക്കണം. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ അടിഭാഗത്ത് ഒരു 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇട്ടതിന് ശേഷമാണ് കേട്ടോ. ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം എനിക്ക് വേണ്ടത് 53 ഇഞ്ച് ഇറക്കാണ് കേട്ടോ. ലെങ്ത്ത് എനിക്ക് വേണ്ടത് 53 ആ 53 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 7 കേട്ടോ. ആ 7 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആം ഹോളും 7 തന്നെയാണ് എടുക്കണത്, അതും അടയാളപ്പെടുത്താം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് 11.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിലേക്ക് തയ്യൽ തുമ്പ് കൊടുത്ത് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് അളവ് 14, അവിടെ 10.5 ഇഞ്ചാണ് അളവെടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1.5 ഇഞ്ചിൽ കർവ് കൊടുക്കുന്നുണ്ട്. ആം ഹോളിന് ഒരു ചെറിയ കർവ് കൊടുക്കുക. അത് കർവ് 3.5 ഇഞ്ചിൽ നിന്നാണ് കേട്ടോ കർവ് വരുന്നത്. നമ്മുടെ ആം ഹോള് 7 ഇഞ്ചല്ലേ, അതിൻ്റെ പകുതി 3.5 ഇഞ്ചിൽ നിന്ന് അവിടെ നിന്നാണ് കർവ് എടുക്കുന്നത്. മുകളിൽ നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള. അതിന് ശേഷം 2.5 ഇഞ്ച് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. താഴേക്കും ഇറക്കും 2.5 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കണേ. അതിന് ശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നൈറ്റി കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്തൊരു കട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ ഇറക്കം എനിക്ക് വേണ്ടത് 8 8 എടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൻ്റെ ഷേപ്പ് എടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കൈക്കുഴിയുടെ ലൂസ് വേണമല്ലോ, അത് നമ്മൾ 10 ഇഞ്ചാണ് കേട്ടോ എടുക്കണേ. അതിന് ശേഷം ആ 10 ഇഞ്ചിലേക്കൊന്ന് അടയാളപ്പെടുത്തുക. അതിലേക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക കേട്ടോ. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. കൈ വണ്ണം ഞാനിവിടെ പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കയ്യിൽ പിന്നെ കട്ട് പീസ് വെക്കണം, അതുകൊണ്ടാണ് കേട്ടോ അത് പറയാണ്ടിരിക്കണേ. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് നിവർത്തിയിടാം കേട്ടോ. നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൈക്കുഴി ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ.
വീണ്ടും മടക്കിയതിന് ശേഷം നമുക്ക് ആ മടക്ക് ഭാഗത്തൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ ലൂസിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഈ നൈറ്റിയുടെ വെട്ടിയതിൻ്റെ ബാലൻസ് ഭാഗത്ത് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അകലം ഞാനൊരു 2.25 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം ഒരു 5.5 ഇഞ്ച് എടുത്തു കേട്ടോ. അതിനുശേഷം നമുക്കതൊരു ചതുരം വരച്ചെടുക്കാം. അതിന് ശേഷം ഒരു കോണാകൃതിയിലുള്ള കഴുത്താട്ടം ഞാൻ വെട്ടിയെടുക്കണേ. ചെറിയൊരു ഡിസൈൻ കഴുത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റേതായ രീതിയിലുള്ളൊരു ഡിസൈൻ കേട്ടോ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പം നമുക്കതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അത് വരച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നെക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ, നൈറ്റിയുടെ കട്ടിങ് വീഡിയോ. അപ്പം അളവുകൾ അറിയാൻ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.